വനവിസ്തൃതി കൂട്ടുന്ന നടപടികളിലേക്ക് സർക്കാർ നീങ്ങില്ലെന്നും എന്നാൽ നിലവിലെ വനഭൂമി സംരക്ഷിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുമെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ. പരിസ്ഥിതി നാശത്തിനെതിരെ പ്രകൃതി സംരക്ഷണത്തിലൂടെയുള്ള പ്രതിരോധത്തിന് നാം ശ്രമിക്കണം. ഇതിനായി പുതുതലമുറയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് വിദ്യാവനം പദ്ധതി നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സാമൂഹിക വനവൽക്കരണ വിഭാഗം മുഖേന വനം വന്യജീവി വകുപ്പ് ആവിഷ്കരിച്ച് തലയോലപ്പറമ്പ് സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടപ്പാക്കുന്ന വിദ്യാവനം പദ്ധതിയുടെയും സ്കൂളിലെ ഫോറസ്ട്രി ക്ലബിന്റെയും ഉദ്ഘാടനം തലയോലപ്പറമ്പ് സെന്റ് ജോർജ് ചർച്ച് പാരിഷ് ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഈ 8 വർഷത്തിനിടയിൽ 800 ആനകളാണ് കൊല്ലപ്പെടാനിടയായത്. ഇതിൽ മനുഷ്യൻ കൊന്നതുകൊണ്ട് സ്വാഭാവികമായ ഈ കാലാവസ്ഥയുടെ മാറ്റത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗങ്ങളിലൂടെ മരിക്കുന്നത്. കടുവകളും അങ്ങനെയാണ്. ഇപ്പോഴെന്താണ് ജന്തുജാലത്തിൽ വളരെ മുഖ്യമായി പങ്കുവഹിക്കുന്ന വന്യമൃഗങ്ങളും ജന്തുക്കളും ക്രമേണ ഇല്ലാതാകുന്ന ഗുരുതരമായ സ്ഥിതിയിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. എക്കോ ടൂറിസത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കെടുതികളെ പ്രകൃതിയെ കൊണ്ട് തന്നെ പ്രതിരോധിക്കുന്ന പരിപാടികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കേരളമാക്കി ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമങ്ങളിൽ പങ്കാളികളാവാൻ എല്ലാം താല്പര്യപൂർവ്വം. കോട്ടയം ജില്ലയിൽ 24 വിദ്യാവനം പദ്ധതികൾ വിജയകരമായി നടപ്പാക്കി. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകളിലെ കുട്ടികൾക്ക് വനം വകുപ്പിന്റെ ചെലവിൽ എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള അവസരമൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ അങ്കണത്തിൽ മരം നട്ടുകൊണ്ടാണ് മന്ത്രി വിദ്യാവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2023 വനമിത്ര പുരസ്കാരത്തിന് അർഹനായ TN പരമേശ്വരൻ നമ്പൂതിരി കുറിച്ചിത്താനത്തെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലയിലെ മികച്ച വിദ്യാവനത്തിനുള്ള പുരസ്കാരം കോട്ടയം CMS കോളേജിനും സമ്മാനിച്ചു. CK ആശ MLA അധ്യക്ഷയായിരുന്നു. സർപ്പ വോളണ്ടിയേഴ്സിനുള്ള യൂണിഫോം, സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവ KFDC അധ്യക്ഷ ലതിക സുഭാഷ് വിതരണം ചെയ്തു. കോട്ടയം വന്യജീവി വിഭാഗം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ PP പ്രമോദ്, കൊല്ലം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ കൺസർവേറ്റർ AP സുനിൽ ബാബു, ഫോറസ്റ്റ് കൺസർവേറ്റർ നീതു ലക്ഷ്മി, തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി മോൾ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ബസ് സർവീസ് കാര്യക്ഷമമാക്കാനും ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാനും മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റിൽ നടന്ന ജനകീയ സദസ്സിൽ 2 പുതിയ ബസ് റൂട്ടുകൾ ആരംഭിക്കുന്നതിന് ശുപാർശ നൽകാൻ തീരുമാനമായി. ആലപ്പുഴ ജനറൽ ആശുപത്രി വഴി വണ്ടാനം SN കവല ചമ്പക്കുളം റൂട്ടും പുത്തനമ്പലം മുഹമ്മ MC ജോൺ കമ്പനി വഴി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് റൂട്ടും അനുവദിക്കാനാണ് ശുപാർശ ചെയ്യുക. ഈ റൂട്ടുകൾക്ക് അനുമതി ലഭിക്കുന്നതോടെ KSRTC പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തും. കളക്ടറേറ്റിലെ ദേശീയ സമ്പാദ്യ ഭവനിൽ H. സലാം MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പുതിയ ബസ് സർവീസ് ആരംഭിക്കുന്നതിന് അപേക്ഷയായിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെയെല്ലാം പലതരത്തിലെ ബസ് ഓപ്പറേറ്റേഴ്സിന്റെ ഭാഗത്തുനിന്നില്ല പല സന്ദർഭത്തിലും അപ്പോൾ അതെല്ലാം ഉദ്ദേശിക്കുന്നത് ഒരു ഡിസ്കഷൻ നടത്തി നമുക്ക് ഏതെല്ലാം ഒരു പ്രഥമ പരിഗണന കൊടുത്ത് അത് നിശ്ചയിക്കണം എന്നതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ആമുഖമായ കാര്യങ്ങളാണ്. അതനുസരിച്ച് നമ്മുടെ ജില്ലയിലെ ഏതെല്ലാം ഭാഗങ്ങളാണ് ഈ ആവശ്യമുള്ളത്. എനിക്ക് തോന്നുന്നത് ആവശ്യം ഉന്നയിക്കുന്നതാണെങ്കിൽ ആ സംബന്ധമായി പറയുകയും അതിനുശേഷം മറ്റുള്ള ആളുകളെ സംസാരിക്കുകയും വേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളുടെ ചർച്ചയിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന KSRTC സർവീസുകൾ പുനഃസ്ഥാപിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. ഇതുമായി ബന്ധപ്പെട്ട് MLA മാർ, RTO, KSRTC ഉദ്യോഗസ്ഥർ, പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്ത് യോഗം ചേരാനും തീരുമാനിച്ചു. യോഗത്തിൽ മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP സംഗീത, പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, എൻഫോഴ്സ്മെന്റ് RTO R രമണൻ, ജോയിന്റ് RTO നിഷ, പോലീസ്, KSRTC ഉദ്യോഗസ്ഥർ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
പക്ഷിപ്പനിയുടെ പേരിൽ താറാവ് കൃഷി നിരോധിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് താറാവ് കർഷകർ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഐക്യ താറാവ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. നിരോധനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. താറാവ് കൃഷി മേഖലയ്ക്കായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുക, പക്ഷിപ്പനി പരിശോധനയ്ക്ക് കുട്ടനാട്ടിൽ ലാബ് സ്ഥാപിക്കുക, ചാര, ചെമ്പല്ലി എന്നീ കുട്ടനാടൻ താറാവുകളുടെ വംശനാശം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഐക്യ താറാവ് കർഷക സംഘം ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. നിരവധി കർഷകർ മാർച്ചിൽ പങ്കെടുത്തു. തുടർന്ന് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ ഐക്യ താറാവ് കർഷക സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. താറാവ് കൃഷിയെയും അനുബന്ധ മേഖലയെയും സർക്കാർ സംരക്ഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നമുക്കറിയാം, ഇടതുപക്ഷ സർക്കാർ എന്നാണല്ലോ പറയുന്നത്. എന്താ ഇടതുപക്ഷത്തിന്റെ അർത്ഥം? പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കുന്നവർ, പാവപ്പെട്ടവന്റെ കണ്ണിൽ ഉറഞ്ഞുകൂടുന്ന കണ്ണുനീര് കാണുന്നവർ, കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും വിലയറിയുന്നവർ, പൊതുസമൂഹത്തെ എന്നും ചേർത്ത് പിടിക്കാൻ തീരുമാനിക്കുന്നവർ, അങ്ങനെ പൊതുസമൂഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥമാണ് ഇടതുപക്ഷത്തിനുള്ളത് എങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഇതൊരു ഇടതുപക്ഷ സർക്കാർ അല്ല. കാരണം എന്താ? നിങ്ങൾക്ക് സ്നേഹമില്ല, നിങ്ങൾക്ക് മനസ്സിൽ കരുണയില്ല, നിങ്ങൾക്ക് സഹതാപമില്ല, നിങ്ങൾക്ക് സ്നേഹമെന്ന് പറയുന്ന വികാരം നിങ്ങളുടെ മനസ്സിലില്ല. അത്തരം ആളുകളെ ഞങ്ങൾ എങ്ങനെയാണ് ഇടതുപക്ഷം എന്ന് വിളിക്കാൻ കഴിയുന്നത്? ഞങ്ങളിലുമൊക്കെ ഇടതുപക്ഷ കാഴ്ചപ്പാടുണ്ട്, ഞങ്ങളിലുമൊക്കെ ഇടതുപക്ഷ വീക്ഷണങ്ങളുണ്ട്. ആ ഇടതുപക്ഷ വീക്ഷണം പക്ഷേ നിങ്ങൾ അതിന് വിലമതിക്കുന്നില്ല. മറിച്ച് നിങ്ങളിപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ സർക്കാരല്ല. അതുകൊണ്ടാണ് കൃഷി നിരോധിക്കും എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് നെൽകൃഷി വേണ്ട എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് മുട്ടയും മാംസവും തമിഴ്നാട്ടിൽ നിന്ന് വരുമെന്ന് പറയുന്നത്. പ്രതിഷേധ യോഗത്തിൽ എബി ഫിലിപ്പ് അധ്യക്ഷനായി. ഐക്യ താറാവ് കർഷക സംഘം ജില്ലാ സെക്രട്ടറി കെ ശാമുവൽ, കേരള പൗൾട്രി ഫാം അസോസിയേഷൻ പ്രസിഡന്റ് സിജാർ സ്നേഹസാന്ദ്രം, കെ ടി കുട്ടപ്പൻ, സന്തോഷ് വാഴക്കൂട്ടത്തിൽ, മനോജ് അമ്പലപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബി സേവാ സംഘം അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ 50ാമത് വാർഷിക സമ്മേളനം എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജവഹർ ബാലഭവനിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പരിപാടി. അതിനോടെല്ലാം കേരളത്തിന്റെ നമ്മളെല്ലാം ചെറിയ ക്ലാസ്സിൽ പഠിച്ചു പോകുന്ന കേരളത്തിന്റെ സാമൂഹിക ചരിത്രം, ആ ചരിത്രം നമ്മളിത് നോക്കിക്കണം എന്ന് നമ്മൾ തലമുറയോട് പറയുന്നതിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ, കുറെ കാലം കഴിഞ്ഞ ഈ ചരിത്രത്തെ വായിക്കുമ്പോൾ ഈ കാലത്തിന് വ്യത്യാസം മനസ്സിലാക്കില്ല. അതുകൊണ്ടാണ് ഇപ്പൊ സമൂഹത്തിൽ ഭൂമിയില്ലാതെ മാത്രമായിരുന്നില്ല, ഇഷ്ടപ്പെട്ട ദൈവത്തെ ആരാധിക്കാൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല മഹാഭൂരിപക്ഷങ്ങളുടെ വംശത്തിൽ. സമ്മേളനത്തിൽ KSS താലൂക്ക് പ്രസിഡന്റ് അനിൽ തിരുവമ്പാടി അധ്യക്ഷനായി. പ്രതിനിധി സമ്മേളനം KSS സംസ്ഥാന ജനറൽ സെക്രട്ടറി TS ശരത് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ജയപ്രസാദ്, സംസ്ഥാന സെക്രട്ടറി G രാജൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മുൻ ഡയറക്ടർ R ജയകുമാർ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അജിത ഗണേശൻ, KSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി ബിജു കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. ചങ്ങനാശ്ശേരിയിൽ ഈ മാസം 27 നടക്കുന്ന 100 മേനി സീസൺ 2 മഹാസംഗമത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച പ്രതിനിധി സമ്മേളനം കുടുംബ കൂട്ടായ്മ ബൈബിൾ അപ്പസ്തോലേറ്റ് ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരുത്തി ഉദ്ഘാടനം ചെയ്തു. അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. മഹാസംഗമത്തിന്റെ വിജയത്തിനായി 101 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. ഡോക്ടർ PC അനിയൻ കുഞ്ഞ്, സണ്ണി തോമസ് ഇടിമണ്ണിക്കൽ, ടോമിച്ചൻ ആന്റണി കൈതക്കളം, സിസ്റ്റർ ചെറുപുഷ്പം എന്നിവർ സംസാരിച്ചു. വിവിധ കമ്മിറ്റി കൺവീനർമാരായി പ്രൊഫസർ ജോസഫ് ടിറ്റോ, ജോസി കടന്തോട്, ലാലിച്ചൻ ഇളപ്പുങ്കൽ, ജോയിച്ചൻ ഇളപ്പുങ്കൽ, ജോബി തൂമ്പുങ്കൽ, ജോസുകുട്ടി കുട്ടമ്പേരൂർ, ചെറിയാൻ നെല്ലുവേലി, ജോഷി കൊല്ലാപുരം, ഓമന അലക്സാണ്ടർ, മറിയം ജോർജ് പൊട്ടംകുളം, അഡ്വക്കേറ്റ് ജ്യോതി എന്നിവരെ തിരഞ്ഞെടുത്തു. ഗ്രാൻഡ് ഫിനാലെ ഈ മാസം 26-നും മഹാസംഗമം 27-നും SB കോളേജ് കാവുകാട്ട് ഹാളിൽ നടക്കും.
സമഗ്ര ശിക്ഷ കേരളം തലവടി BRCയുടെ ആഭിമുഖ്യത്തിൽ BRCയുടെ പരിധിയിലെ സ്കൂളുകളിൽ പഠിക്കുന്ന ചലന പരിമിതിയുള്ള കുട്ടികൾക്കായി വൈദ്യപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ടീച്ചർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തരത്തിലുള്ള പരിപാടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗം തന്നെയാണ് നമ്മളുടെ ഈ മെഡിക്കൽ ക്യാമ്പ്, ഈ ഫിസിയോതെറാപ്പിയുടെ സെന്ററിന്റെ ഉദ്ഘാടനം, അതേപോലെ തന്നെ നമ്മുടെ ഹോർട്ടിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടനവും. കുട്ടികളെ മാനസികമായി എങ്ങനെ അവരെ ഏറ്റവും സന്തോഷമുള്ളവരാക്കി മാറ്റാമെന്നുള്ളതാണ്. അവർക്കുണ്ടാകുന്ന പോരായ്മകളെ മറികടന്നുകൊണ്ട് ഏറ്റവും നല്ല മാനസിക ഉല്ലാസം കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കടമ. അതിന് ഏറ്റവും നല്ല ഒരു പരിപാടികളാണ് ഇവിടെ നമ്മൾ നടത്തുന്നത്. ആവശ്യം പോലെ എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പോഴെല്ലാം BRCകളില് SSKയുടെ കീഴിലുള്ള എല്ലാ BRCകളിലും ആവശ്യപ്പെടുന്നത് എന്തും ചെയ്തു കൊടുക്കാൻ ജില്ലാ പഞ്ചായത്തും ഭരണകൂടങ്ങളും എല്ലാം ശ്രമിക്കാറുണ്ട്. കാരണം നമുക്കറിയാം, മറ്റ് സ്കൂളുകൾക്ക് മറ്റു കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയും കരുതലുമാണ് നമ്മളുടെ ഇതുപോലെയുള്ള മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ സൂചനയാണ് ഇന്ന് ഈ പരിപാടികൾ 3 നടക്കുന്നത്. തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B. നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗത്തിൽ നിന്നുള്ള ഡോക്ടർ ശരത് വൈദ്യപരിശോധന ക്യാമ്പിന് നേതൃത്വം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്, തലവടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K. സന്തോഷ്, വാർഡ് മെമ്പർ പ്രിയ അരുൺ, തലവടി ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ G. ഗോപലാൽ, അമ്പലപ്പുഴ BPC ജയകൃഷ്ണൻ, അധ്യാപകർ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സാഹിത്യ ക്ലബിന്റെ നേതൃത്വത്തിൽ റേഡിയോ ക്ലബിന് തുടക്കമായി. H. സലാം MLA ഉദ്ഘാടനം നിർവഹിച്ചു. നേടുന്ന അറിവുകളെ മറ്റു മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കുന്നതായിരുന്നു നമ്മുടെ പ്രധാനം. എല്ലാ കണ്ടുപിടുത്തങ്ങളും എല്ലാ അറിവുകളും അതിരുകളില്ലാതെ മറ്റു മനുഷ്യരിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുന്നതിലൂടെയാണ് വിജ്ഞാനത്തിൻ്റെ വികാസം ഉണ്ടാകുന്നത്. ആ വിജ്ഞാന വളർച്ചയുടെ ഭാഗമായി തന്നെയാണ് മനുഷ്യ ലോകം കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യതകളെക്കുറിച്ച് നോക്കുമ്പോൾ ഒരുപാട് പുതിയ നിലയിലേക്ക് നമ്മൾ ലോകം മാറിയിട്ടുണ്ട്. വിദ്യാർത്ഥികളിലെ സാഹിത്യവാസന വളർത്തുക, കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് റേഡിയോ ക്ലബ്ബ് ആരംഭിച്ചത്. മാധ്യമരംഗത്തേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിനാവശ്യമായ പ്രോത്സാഹനം നൽകുന്നതിനൊപ്പം സ്കൂളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതിനും പിറന്നാൾ ആശംസകൾ ഉൾപ്പെടെ കൈമാറുന്നതിനും റേഡിയോ സഹായകമാകും. ചടങ്ങിൽ പ്രിൻസിപ്പൽ MN സിനി അധ്യക്ഷയായി. സ്കൂളിലെ മലയാളം അധ്യാപിക S. രാജലക്ഷ്മി രചിച്ച് സെയിൽസ് ടാക്സ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ B. മുഹമ്മദ് ഫൈസൽ ഈണം നൽകി പാടിയ പ്രൊമോ സോങ് കേൾപ്പിച്ചായിരുന്നു റേഡിയോയുടെ പ്രവർത്തനാരംഭം. മലയോളം സ്വപ്നങ്ങൾ നെഞ്ചിൽ നിറച്ചും മലയിറങ്ങിയിടും മലഞ്ചരക്കിന്മേലേ, മലയോളം സ്വപ്നങ്ങൾ നെഞ്ചിൽ നിറച്ചും മലയിറങ്ങിയിടും മലഞ്ചരക്കിന്മേലെ. കൗൺസിലർ സിമി ഷാഫി ഖാൻ, റേഡിയോ ജോക്കി സൂര്യനന്ദ, അനിഷേദ്, ന്യൂറ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്രവാഹനത്തിൽ ഇടിച്ചുകയറി അപകടം. ചൊവ്വാഴ്ച രാവിലെ 10:30 ചങ്ങനാശ്ശേരി തെങ്ങണ ജംഗ്ഷനിലാണ് അപകടം ഉണ്ടായത്. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ വ്യാപാര സ്ഥാപനങ്ങളുടെ വരാന്തയിലൂടെ പാഞ്ഞ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കാറിന്റെ നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ജംഗ്ഷനിലെ പലചരക്ക് കടയുടെയും ലോട്ടറി കടയുടെയും വരാന്തയിൽ കൂടിയാണ് കാർ പാഞ്ഞത്. ലോട്ടറി കടയുടെ ഇരുമ്പ് തൂൺ തകർന്നു. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറിലും വാഹനം ഇടിച്ചിട്ടുണ്ട്. ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുട്ടുകുത്തി വിഭാഗത്തിലുള്ള മാമൂടൻ കളിവള്ളത്തിന്റെ നീരണിയൽ ചടങ്ങും 40ാം വാർഷിക ആഘോഷവും കഴിഞ്ഞ ദിവസം നടന്നു. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് മാമൂടൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അഡ്വക്കേറ്റ് ഉമ്മൻ M. മാത്യു അധ്യക്ഷനായിരുന്നു. കൈനഗിരി സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജോസഫ് ചെമ്പിലകം,
അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരദ്, തലവടി ചുണ്ടൻവള്ള സമിതി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള, ഡീക്കൻ അലക്സ് ചേന്നംകുളം, റന്നി മാമൂടൻ, ജെറി മാമൂടൻ എന്നിവർ സംസാരിച്ചു. കൈനഗിരി സെന്റ് മേരീസ് ബോട്ട് ക്ലബ് ഭാരവാഹികളായ ടോണി തോമസ് പുളിപ്പറമ്പ്, ജോൺസ് കറിയ എന്നിവർക്ക് പങ്കായം, ഒന്നാം തുഴ എന്നിവ മാമൂട്ടിൽ കുടുംബയോഗം പ്രസിഡന്റ് കുര്യൻ ജോർജ്, ഫാദർ ജോസഫ് ചെമ്പിലകം എന്നിവർ നൽകി. കളിവള്ളം ശില്പി സാബു നാരായണനാചാര്യയെ ചടങ്ങിൽ ആദരിച്ചു. 4 പതിറ്റാണ്ടുകളായി മത്സരരംഗത്തുള്ള മാമൂടൻ വള്ളം പുതുക്കി പണിത ശേഷം 2019 ആഗസ്റ്റ് 19 നീരണിഞ്ഞത്. 31 കോൽ നീളവും 46 അങ്കുലം വീതിയുമുള്ള മാമൂടനിൽ 51 തുഴക്കാരും 3 അമരക്കാരും 3 നിലയാളുകളും ഉണ്ടാവും. മാമൂടൻ വള്ളം ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വാർഷികാഘോഷം ഒരുക്കിയത്. ജൂലൈ 23 BMS സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടനാട് വെസ്റ്റ് മേഖലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വിവിധ പ്രദേശങ്ങളിൽ BMS പ്രവർത്തകർ പതാക ഉയർത്തി. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ മനോജ്, നേതാക്കളായ കൃഷ്ണൻകുട്ടി, കെ ദീമോൻ, രമണൻ, അജികുമാർ എന്നിവർ കോയിക്കരി യൂണിറ്റിൽ പതാക ഉയർത്തി. കുട്ടനാട് വെസ്റ്റ് മേഖലയിലെ വിവിധയിടങ്ങളിൽ പതാക ദിനാചരണത്തിന്റെ ഭാഗമായി കുടുംബയോഗങ്ങളും സംഘടിപ്പിച്ചു. ചങ്ങനാശ്ശേരി മാമൂട് സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിൽ DCLന്റെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടത്തി. DCL ചങ്ങനാശ്ശേരി മേഖലാ ഓർഗനൈസർ ജോഷി കൊല്ലാപുരം ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ സന്തോഷ് കുര്യാക്കോസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ദീപിക ഏരിയ മാനേജർ ബിനിൽ ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി പ്രിയ സെബാസ്റ്റ്യൻ, DCL ഡയറക്ടർ ബ്രിൽറ്റി കുര്യൻ എന്നിവർ സംസാരിച്ചു. മാത്സ്, സയൻസ്, സോഷ്യൽ സയൻസ്, ലാംഗ്വേജ്, ആർട്സ് ആൻഡ് സ്പോർട്സ്, നേച്ചർ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, വിദ്യാരംഗം, കലാസാഹിത്യവേദി എന്നീ ക്ലബ്ബുകളാണ് രൂപീകരിച്ചത്. പുതിയ DCL ഭാരവാഹികളെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6735 രൂപ, പവന് 53,880 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.